ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു ബ്രോയിലർ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഫാം ഉണ്ടെങ്കിൽ നമ്മൾ ഫാം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും എന്തായാലും ഉപകാരപ്പെടും. കാരണം നമുക്ക് എങ്ങനെയാണ് നമ്മൾ എല്ലാവരും നമുക്ക് ചിലവ് ചുരുക്കിയിട്ട് എന്നാൽ വളരെ സേഫ് ആയിട്ടുള്ള ഫാം പണിയാവുന്നതാണ്. അപ്പം അത്തരം ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നത് വരെ ഞാൻ ഇന്നൊരു ഫാം വിസിറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ഫാം പുതുതായിട്ട് പണിയുന്നുണ്ട്. അവരുടെ എല്ലാ ഫാമും ഈ ഒരു മോഡലിൽ തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു ഫാമിൻ്റെ ഡിസൈനിങ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ DFMS ഇതിൻ്റെ ഒരു ഭാഗത്ത് സൈഡ് ഒരു കൊള്ളിൻ്റെ ഒരു മറ വരുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കാരണം നമുക്ക് ഏകദേശം ഒരു 1 മീറ്ററിൻ്റെ മുകളിൽ നല്ല നെറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നൈലോൺ നെറ്റ് കൊടുത്താൽ മതി. പിന്നെ ഷീറ്റുകൾ ട്രഫോൾഡ് ഷീറ്റിന് പകരം ഹോസ്പിറ്റൽസാണ്. അപ്പോൾ DFMS നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇത് ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഫാമാണ്. ഇതിൻ്റെ ഞാൻ കണ്ടൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് ചിലവ് കുറച്ച് കുറവാണ്. മറ്റേ ട്രഫോൾഡിനെ അപേക്ഷിച്ച് ചിലവ് കുറവുണ്ട്. പിന്നെ തുരുമ്പെടുക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ ഒരു മഞ്ഞ് കാലത്ത് ഈർപ്പം വരുന്ന രാവിലെ നമ്മൾ ഫാമിൽ കോഴികൾ മൊത്തം നനയുന്നൊരു സംഭവമുണ്ട്. ആ ഒരു പ്രശ്നം ഈ ഒരു ഷീറ്റ് ആകുമ്പോൾ എവിടെയും കാണാനില്ല കേട്ടോ. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഫോഗിങ് നടത്തുമ്പോൾ ആ ഒരു ഷീറ്റ് നല്ലൊരു ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൂടിന്ന് ഒരുപാട് നേരത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ആണ് സുഹൃത്തുക്കളോട് നമ്മൾ പൗൾട്രി ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രിങ്കർ, അതുപോലെ തന്നെ ഫീഡർ, അതുപോലെ തന്നെ ബ്രൂഡിങ്ങിനുള്ള ബൾബ്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഒരു സൈഡ് കാർട്ടൺ നീക്കാനുള്ള ക്ലിപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് കിട്ടുന്ന ഒരു അഫിലിയേറ്റഡ് ലിങ്ക് വീഡിയോയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റൊക്കെ അവിടെ കാണാനും പറ്റും. അത് ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കാര്യം